Hello friends, this is K. Muralidharan from Ramu's Departmental classes. ഈ വീഡിയോയിൽ കേരള സർവീസ് റൂൾസ് പാർട്ട് 1-ലെ 4 മുതൽ 8 വരെയുള്ള ചട്ടങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ KS ആൻഡ് 5-ാമത്തെ വീഡിയോ ആണ്. 1 മുതൽ 4 വരെയുള്ള വീഡിയോ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, KSR, KER, MOP, കേരള ഫൈനാൻഷ്യൽ കോഡ്, ട്രഷറി കോഡ്, ബഡ്ജറ്റ് മാനുവൽ, അക്കൗണ്ട് കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, CRPC, IPC തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷകളുടെയും ഓൺലൈൻ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകൾ ലഭ്യമാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുകയോ വാട്സാപ്പിൽ വരികയോ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം റൂൾ 4 ആണ് നോക്കുന്നത്. റൂൾ 4 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഇഫ് എനി ഡൗട്ട് അറൈസസ് ആസ് ടു വെദർ ദീസ് റൂൾസ് അപ്ലൈ ടു എനി പേഴ്സൺ, the matter shall be referred to the government and the decision of the government shall be final. നമുക്കൊന്നുകൂടെ നോക്കാം. ഇഫ് ഇൻ എ ഡൗട്ട് അറൈസസ്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ആസ് ടു വെദർ ദീസ് റൂൾസ് അപ്ലൈ ടു എനി പേഴ്സൺ, അതായത് ഈ റൂള് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യുന്നതിൽ, സർക്കാർ ജീവനക്കാരിൽ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഈ റൂളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ദ മാറ്റർ ഷാൽ ബി റെഫേർഡ് ടു ദ ഗവൺമെൻറ്, സർക്കാരിനോടാണ് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ ആവശ്യപ്പെടേണ്ടത്. ആൻഡ് ദ ഡിസിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഷാൽ ബി ഫൈനൽ. ഗവൺമെൻറ് തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ചോദ്യത്തിനകത്ത് ചില മുൻ വർഷങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇഫ് എനി ഡൗട്ട് അറൈസസ് ആസ് ടു വെദർ ദ റൂൾസ് ഇൻ KSR വുഡ് അപ്ലൈ ടു എനി പേഴ്സൺ, ദ മാറ്റർ വിൽ ബി ഡിസൈഡഡ് ബൈ. ചോയ്സ് ഇപ്രകാരമായിരുന്നു: എ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബി ഗവൺമെൻറ്, സി അക്കൗണ്ടൻറ്റ് ജനറൽ, ഡി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 4 ചോയ്സാണ് ചോദിച്ചത്. ചോദ്യം ഒന്നുകൂടെ പറയാം: ഇഫ് എനി ഡൗട്ട് അറൈസസ് ആസ് ടു വെദർ ദ റൂൾസ് ഇൻ KSR വുഡ് അപ്ലൈ ടു എനി പേഴ്സൺ, ദ മാറ്റർ വിൽ ബി ഡിസൈഡഡ് ബൈ എ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബി ഗവൺമെൻറ്, സി അക്കൗണ്ടൻറ്റ് ജനറൽ, ഡി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഫിനാൻസ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ചോദ്യത്തിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്, ഗവൺമെൻറ് പറയുന്നുണ്ട്, അക്കൗണ്ടൻറ്റ് ജനറൽ പറയുന്നുണ്ട്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്, ഗവൺമെൻറ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ആണ് എന്തെങ്കിലും ഈ റൂൾ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് തീരുമാനമാണ് ഫൈനൽ. ഗവൺമെൻറ് അപ്ലൈ ചെയ്യണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇഫ് ഇൻ എ ഡേറ്റ് അറൈസസ് to whether these rules apply to any person, the matter shall be referred to the government and the decision of the government shall be final. Okay, അടുത്ത റൂൾ 5 ആണ്. അതിനകത്ത് എന്താ പറയുന്നത് നോക്കാം. Nothing in these rules or in any rule made thereunder shall operate to deprive any person of any right or privilege to which he is entitled by or under any law or by the terms of any contract or agreement subsisting between such a person and government on the date of these rules come into force. അപ്പോൾ ഈ നിയമം നിലവിൽ വന്നപ്പോൾ ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്റ്റ് പ്രകാരമോ ഏതെങ്കിലും വ്യക്തി എൻജോയ് ചെയ്യുന്ന ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ റൈറ്റ് ഖനിക്കാൻ പാടില്ലെന്നാണ് റൂൾ 5 പറഞ്ഞിരിക്കുന്നത്. എക്സാമിന് അത്ര വലിയ പ്രാധാന്യമില്ല, അത് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. നമുക്ക് അടുത്ത റൂളിലേക്ക് പോകാം. അടുത്ത റൂൾ 6 ആണ്. റൂൾ 6 എന്താ പറഞ്ഞേക്കെന്ന് നോക്കാം. അതായത് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് റൂൾ 5, റൂൾ 5 അനുസരിച്ചിട്ട് subject to the provisions of the rule 5, nothing in these rules or any rule made under this rule shall operate to affect the disadvantages of any person holding a substantive post under government to whom these rules shall apply. The conditions of service in respect of pay, leave, allowance, pension or any matter to which applicable to him എന്നാണ് നോക്കാം. അതായത് subject to the provisions of these rules, of rule 5, nothing in this rule or any rule made under this rule, ഈ റൂൾ പ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമപ്രകാരമോ ഷാൽ ഓപ്പറേറ്റ് ടു അഫക്റ്റ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് എനി പേഴ്സൺ ഹോൾഡിങ് എ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥിര ലാവണം. ഇവിടെ ഒരു സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്ന ഒരു ടേമാണ്. നമ്മുടെ നിയമനം തന്നെ സബ്സ്റ്റാൻറ്റീവ് ഉണ്ട്, ഒഫീഷ്യേറ്റിംഗ് ഉണ്ട്. സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ഓഫീസറാണ്. അവർക്കൊരു ലീൻ ഉണ്ടാവും, സ്ഥിര ലാവണം. നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. അപ്പം ഒരു സ്ഥിര ലാവണത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന് ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്ന തീയതിയിലുണ്ടായിരുന്ന ശമ്പളമോ അല്ലെങ്കിൽ അവധിയോ പെൻഷനോ മറ്റ് അവകാശങ്ങളോ ഏതെങ്കിലും സർക്കാർ ഉത്തരവിൻ്റെ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള മറ്റ് അവകാശങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ ഈ ചട്ടങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് റൂൾ 5 പറയുന്നത്. റൂൾ 7 എന്താണ് പറഞ്ഞത് നോക്കാം. അതായത് വെയർ ഗവൺമെൻറ് ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഓപ്പറേഷൻ ഓഫ് എനി റൂൾ അണ്ടർ ദീസ് റൂൾസ് കോസസ് അൺഡ്യൂ ഹാർഡ്ഷിപ്പ് ഇൻ എനി പർട്ടിക്കുലർ കേസ്, ദ ഗവൺമെൻറ് മേ ഡിസ്പെൻസ്ഡ് വിത്ത്
or relax the requirements of that rule to such extent and subject to such conditions as they may consider necessary for dealing with the case and in a just and equitable manner. ഈ ചട്ടത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ഇനി കോസസ് എനി അൺഡ്യൂ ഹാർഡ്ഷിപ്പ്, വളരെ ക്ലേശമുണ്ടാക്കുന്നതാണ് ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരൻ്റെ ഒരു കേസിനകത്ത് വളരെ ക്ലേശമുണ്ടാക്കുന്നതാണെന്ന് സർക്കാരിന് തോന്നിയാൽ സർക്കാരിന് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനോ ഇളവ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അത് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് പല പരീക്ഷയ്ക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കുക. അതിന് മുമ്പ് ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇതാണ്: എ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി അവൈൽഡ് ലീവ് വിത്ത് അലവൻസസ് ഫോർ 6 months to treat his wife who was seriously injured in an accident. There was no eligible leave at his credit and he was in a financially difficult position. In such cases, the period of leave without allowance can be counted for increments. ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്തു കഴിഞ്ഞാൽ സാറിന് ഇൻക്രിമെൻറ്റിനെ ബാധിക്കും. എന്നാൽ ഗവൺമെൻറ് വേണമെങ്കിൽ ഹാർഡ്ഷിപ്പ് ഉണ്ടാകുന്നത് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഈ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ ക്ലേശകരമാണെന്ന് ബോധ്യപ്പെട്ടാൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനോ ഇളവ് ചെയ്യാനോ അധികാരം ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ചോയ്സ് ഇങ്ങനെയാണ് ചോദിച്ചത്: എ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി availed leave without allowances for 6 months to treat his wife who was seriously injured in an accident. There was no eligible leave at his credit and he was in a financially difficult position. In such cases, the period of LWA, leave without allowance, can be counted for increments. ആർക്കാണത് ഇൻക്രിമെൻറ്റ് കൗണ്ട് ചെയ്യാൻ? ഇൻക്രിമെൻറ്റ് ആ ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്ത പീരീഡിലും ഇൻക്രിമെൻറ്റ് കൗണ്ട് ചെയ്യാം എന്ന് പറയാനുള്ള അധികാരം ചോയ്സ് ഇതായിരുന്നു: എ ബൈ ദ ഗവൺമെൻറ്, ബി ബൈ ഡിസ്ട്രിക്ട് കളക്ടർ, സി ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡി ദ ഹെഡ് ഓഫ് ഓഫീസ്. അത് സർക്കാരിനാണ് അധികാരം. അത് ഈ റൂൾ 7 പ്രകാരമാണ്. നമുക്ക് അടുത്ത റൂൾ 8ലേക്ക് കിടക്കാം. 8 എന്താണെന്ന് പറയുന്നത് നോക്കാം. നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ദിസ് റൂൾസ്. ഈ ചട്ടങ്ങളിൽ നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ദിസ് റൂൾസ്, ഈ ചട്ടങ്ങളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും, അതാണ് എൻ്റെ മീനിങ്. നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ദിസ് റൂൾസ്, ഈ ചട്ടങ്ങളിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും, ഇഫ് എ കോൺട്രാക്ട് ഈസ് എഗ്രീഡ് അപ്പോൺ with regard to the pay, pension and these rules shall not be applied to such employees. അത് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ദിസ് റൂൾ, ഈ ചട്ടങ്ങൾ എന്തെന്നെ പറഞ്ഞാലും പേ, പെൻഷൻ, അതുപോലെ ലീവിനകത്ത് വന്നിട്ടില്ല, ലീവ് തുടങ്ങിയ കാര്യങ്ങളിൽ കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇഫ് എ കോൺട്രാക്ട് ഈസ് എഗ്രീഡ് അപ്പോൺ വിത്ത് റിഗാർഡ് ടു ദ പേ, പെൻഷൻ ആൻഡ് ദീസ് റൂൾസ് ഷാൽ നോട്ട് അപ്ലൈ ടു സച്ച് പേഴ്സൺസ്. ഏതെങ്കിലും കരാർ വ്യവസ്ഥ പ്രകാരവും പെൻഷനും പേയും ലീവും ഒക്കെ കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടങ്ങൾ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഈ ചട്ടങ്ങൾ അദ്ദേഹത്തിനെതിരെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.